ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം ബസിലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ 517ാമത് കൊമ്പ്രേരിയ തിരുനാളിന് കൊടികയറി. ആയിരങ്ങളെ സാക്ഷിയാക്കി പള്ളിപ്പുറം പള്ളിയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ 517ാമത് കൊമ്പ്രേരിയ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ കൊടികയറ്റി. നമ്മുടെ ഇടവകയുടെ പുതിയ മധ്യസ്ഥയായ മഞ്ഞുമാതാവിന്റെ തിരുനാൾ ആഘോഷത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ഉയർത്തുന്ന നമുക്ക് ഈ തിരുനാളിന്റെ സുഗമമായ പൂർത്തീകരണത്തിന് വേണ്ടിയും ഈ തിരുനാളിന് നേതൃത്വം നൽകുന്ന വിനോദിയമാർക്കും കുടുംബങ്ങൾക്കും വേണ്ടിയും ഈ തിരുനാൾ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നേതാവുമായ ദൈവമേ, മഹത്വത്തിനും പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാകയെ അനിഞ്ഞ് ആശീർവദിക്കണമെന്ന് ഈ പതാക ഉയർത്തിക്കൊണ്ട് തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃകായ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് എന്നും അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഏറ്റെടുക്കണമേ.
തുടർന്ന് നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽപ്പെട്ട് മരണമടഞ്ഞ പ്രിയപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. വരാപ്പുഴ അതിരൂപത PRO ഫാദർ യേശുദാസ് പഴമ്പള്ളി വചനപ്രഘോഷണം നടത്തി. ബസലിക്ക റക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ, ഫാദർ ജോൺസൺ പങ്കേത്ത്, ഫാദർ ഐസക് കുരിശിങ്കൽ, ഫാദർ ഷിബിൻ കൂളിയത്ത്, ഫാദർ ജോൺസൺ റോച്ച, ഫാദർ നീൽ ചടയമുറി, ഫാദർ റൂബൻ പിൻഹെരോ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. രാവിലെ 10 മണിക്ക് പോലീസ് എയ്ഡ് പോസ്റ്റ് DYSP ജയകൃഷ്ണൻ S ഉദ്ഘാടനം ചെയ്തു. CI സന്ദീപ്, SI വിപിൻ എന്നിവർ സന്നിധരായിരുന്നു. തുടർന്ന് കടൽ വെഞ്ചരിപ്പും നടത്തി. നാളെ വൈകിട്ട് 5 മണിക്ക് കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതല പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് നേതൃത്വം നൽകും. തിരുനാളുകൾക്ക് ബസലിക്ക റക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ, സഹവികാരിമാരായ ഫാദർ ഫിലിപ്പ് ടോണി, ഫാദർ ജോമിറ്റ് ജോർജ്, 85 പേരടങ്ങുന്ന കൊയിനോനിയ ടീം ജനറൽ കൺവീനർ അലക്സ് താളുപാടത്ത്, സെക്രട്ടറി റോയ് വലിയ വീട്ടിൽ, ഫ്രാൻസിസ്, തങ്കച്ചൻ തട്ടാരുപറമ്പിൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്.